പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ BSNLൻ്റെ IPTV സർവീസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എന്താണ് BSNL IPTV എന്നും എങ്ങനെ ഇത് ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് BSNLൻ്റെ IPTV സർവീസ് എന്താണെന്നുള്ളത് നോക്കാം. BSNL ബ്രോഡ്ബാൻഡ് കണക്ഷൻ യൂസ് ചെയ്യുന്ന, അതായത് ഫൈബർ ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇൻ്റർനെറ്റ് വഴി തന്നെ ലൈവായിട്ടുള്ള TV ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് IPTV. അത് BSNLൻ്റെ IPTV സർവീസ്. ഇത് പക്ഷേ BSNLൻ്റെ IPTV സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷങ്ങൾ കുറേ ആയെങ്കിലും ഇപ്പോഴും ഇത് എല്ലാ ഏരിയയിലും ഒന്നും അവൈലബിൾ അല്ല. BSNL രണ്ട് രീതിയിലാണ് ഇൻ്റർനെറ്റ് കണക്ഷൻ ബ്രോഡ്ബാൻഡ്, അതായത് ഫൈബർ ബ്രോഡ്ബാൻഡ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് BSNL തന്നെ പ്രൊവൈഡ് ചെയ്യും ചില ഏരിയയിൽ, അതായത് എക്സ്ചേഞ്ചുകളുടെ അടുത്തുള്ള ഏരിയയിലൊക്കെ BSNL ഡയറക്റ്റാണ് കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ അല്ലാത്ത ഭൂരിഭാഗം ഏരിയയിലും LCO, അതായത് ലോക്കലി ഉള്ള കേബിൾ ഓപ്പറേറ്റർ വഴിയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ BSNL ഡയറക്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയിലും ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും തന്നെ ഈ IPTV സർവീസ് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നേരത്തെ മുതലേ അവൈലബിൾ ആണ്. എന്നാൽ LCO പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയകളിൽ മിക്കവാറും ഉള്ളിടത്ത് ഈ IPTV ഇതുവരെ ആക്ടിവേറ്റ് ആയിട്ടില്ല. അത് ആക്ടിവേറ്റ് ആകാത്തതിന് രണ്ട് രീതിയിലും പ്രശ്നമുണ്ട്. അതായത് LCO മെയിനായിട്ട് പ്രശ്നം നോക്കുന്നത്, അവരുദ്ദേശിക്കുന്നത് ഈ IPTV സർവീസ് വന്നു കഴിഞ്ഞാൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കേബിൾ സർവീസ് ആൾക്കാർ എടുക്കത്തില്ല എന്നൊരു തോന്നലുണ്ട്. കാരണം കേബിൾ ഓപ്പറേറ്റേഴ്സ് മെയിനായിട്ട് ഇപ്പോൾ ഇൻ്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും പണ്ട് മുതലേ അവർ കേബിൾ TV ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം IPTVയിലേക്ക് ആൾക്കാർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേബിൾ ആൾക്കാർ കട്ട് ചെയ്യും എന്നൊരു പേടി കൊണ്ട് ഒരുമാതിരിപ്പെട്ട LCOs അത് എടുക്കാൻ ശ്രമിക്കത്തില്ല. മറ്റൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ BSNLൻ്റെ LCOകളിൽ ചുരുങ്ങിയ എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ശതമാനം ആൾക്കാർ ഇങ്ങനെ ഈ മോഡേൺ ടെക്നോളജീസോ അങ്ങനെ അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ലാത്ത ആൾക്കാരും ചിലത് അതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരുമുണ്ട്. അങ്ങനെയുള്ള LCOs ആണ് നിങ്ങളുടെ ഏരിയയെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ IPTVനെ അങ്ങനെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ BSNL സൈഡിൽ നിന്ന് തന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ BSNL ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുമ്പം കാണിക്കുന്ന ആ ഒരു ഉത്സാഹമൊന്നും പിന്നീട് ഇത് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനോ അവർ കാണിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ IPTV സർവീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എല്ലാ ഏരിയയിലും അത് എത്തിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാ കേബിൾ ഓപ്പറേറ്ററും വഴി ഇത് കസ്റ്റമേഴ്സിൽ എത്തിക്കണമെന്നോ ഒന്നും BSNLലും അത്ര മെനക്കെടാറില്ല. അപ്പോൾ ഈ BSNL LCO അങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് ഇത് എല്ലാ ഏരിയയിലും ഇപ്പോഴും അവൈലബിൾ ആകാത്തത്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ IPTV സർവീസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം. അപ്പോൾ അത് കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം അറിയണം. അതിനൊന്നെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റർ വഴി നേരിട്ട് ചോദിച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ രജിസ്ട്രേഷൻ സമയത്ത് അറിയാൻ പറ്റും. അത് നമുക്ക് വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ കാണാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് IPTV ആ ഏരിയയിൽ അവൈലബിൾ ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IPTV എടുക്കാവുന്നതാണ്. BSNL ഒഫീഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ചാനലുകളും പാക്കേജ് അനുസരിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഇൻ്റർനെറ്റ് വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കേബിൾ സർവീസ് അഡീഷണൽ ഒന്നും ഇല്ലാതെ തന്നെ വേറെ വയറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറിജിനലി നമ്മൾക്ക് ഫൈബർ ബ്രോഡ്ബാൻഡ് വരുന്ന അതേ കേബിളിൽ എത്തണം. എന്ന് വെച്ചാൽ ഇത് സെപ്പറേറ്റ് കണക്ഷനോ കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ സ്ട്രീമിംഗ് ആയിട്ട്, അതായത് ഓൺലൈനായിട്ട് നമ്മൾ യൂട്യൂബോ അങ്ങനെയൊക്കെയുള്ള സ്ട്രീമിംഗ് സർവീസ് കാണുന്ന പോലെ തന്നെയാണ് ഇതും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണ്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഇൻ്റർനെറ്റിൻ്റെ കൂടെ ഉള്ളതാണെങ്കിലും ഇത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ പ്ലാൻ നമ്മൾ 30 Mbps ആയാലും ശരി 100 Mbps ആയാലും ശരി IPTVനെ അത് ബാധിക്കില്ല. IPTV ആക്ച്വലി BSNL പ്രൊവൈഡ് ചെയ്യുന്ന IPTV ഡേറ്റ യൂസ് ചെയ്യാതെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ മതി, ആക്റ്റീവായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. പക്ഷേ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കണക്ഷൻ ഡൗൺ ആണ്, അതായത് നെറ്റിൻ്റെ സ്പീഡ് ചില സമയത്ത് BSNL നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം നെറ്റിന് സ്പീഡ് കാണത്തില്ല. അങ്ങനെ നെറ്റ് സ്പീഡില്ലെങ്കിൽ പോലും IPTV സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അപ്പം നെറ്റിൻ്റെ സ്പീഡുമായിട്ട് ഒരു ബന്ധവുമില്ല IPTVക്ക്. പിന്നെ കുറേ ആൾക്കാർക്കെങ്കിലും ഡൗട്ട് കാണും, നമ്മൾ ഇപ്പോൾ ഉള്ള കേബിൾ ഓൾറെഡി ഫൈബർ ബ്രോഡ്ബാൻഡിൽ കൂടെ അല്ലേ, അതും IPTV ആണ്. അത് IPTV അല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ കേബിൾ സർവീസ് ഇപ്പം ഫൈബറിൻ്റെ അകത്തൂടെ തന്നെ അത് സിഗ്നൽ കയറ്റി വിടുന്നു മാത്രമേ ഉള്ളൂ. അത് നെറ്റ് വേറെ കേബിൾ വേറെ, രണ്ടും രണ്ടാണ്. പക്ഷേ ആ രണ്ടും ഒരേ കേബിളിൽ കൂടെ തന്നെ വരുന്ന നമ്മുടെ വീട്ടിലെ ഡിവൈസിൽ അത് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവരത് സെറ്റ് ടോപ്പ് ബോക്സിലേക്ക് കണക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് IPTV അല്ല, അത് സാധാ ട്രഡീഷണൽ കേബിൾ തന്നെയാണ്. അപ്പം അത് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കുന്നു, നെറ്റിന് വേറെ കേബിളിന് വേറെ. ചില LCO രണ്ടും കൂടെ കോംബോ ആയിട്ട് കൊടുക്കും. പക്ഷേ അത് രണ്ടും രണ്ട് സർവീസാണ്. പിന്നെ IPTV എടുക്കുമ്പോൾ വേറൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് സെറ്റ് ടോപ്പ് ബോക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ TV അത് ആൻഡ്രോയിഡ് TV ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ TV ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴിയാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഇനി ഒരു സെറ്റ് ടോപ്പ് ബോക്സോ വയർ കണക്ഷനോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ TV സ്മാർട്ട് TV ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് ഈ പറഞ്ഞ പോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ലൈവായിട്ട് TV കാണാവുന്നതാണ്. പിന്നെ IPTVയുടെ പ്ലാനും അങ്ങനെ ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് നമ്മൾ ഏതൊക്കെ പ്ലാൻസ് അവൈലബിൾ ആണെന്നുള്ളതും ഏത് പ്ലാനാണ് ബെറ്റർ എന്നും എങ്ങനെ വലിയ പൈസ മുടക്കില്ലാതെ അത്യാവശ്യം എല്ലാ ചാനലുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ IPTV എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, BSNLൻ്റെ IPTV BSNL പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും
ആക്ച്വൽ ബില്ലിൻ്റെ കൂടെയല്ല ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു തേർഡ് പാർട്ടിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. BSNL കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന IPTV സിനിസോഫ്റ്റിൻ്റെയും ഭൂമികയുടെയും കൊളാബറേഷനിലാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഭൂമികയും ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് സിനിസോഫ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നത് സിനിസോഫ്റ്റിലേക്ക് ഡയറക്റ്റാണ്. സിനിസോഫ്റ്റിൻ്റെ ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിലാണ് നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ നമ്മൾ പ്രീപെയ്ഡ് ആയിട്ടാണ് പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്യുന്നു, ആ പ്ലാനിൻ്റെ അനുസരിച്ചുള്ള പേയ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ്. അല്ലാതെ നമ്മുടെ BSNLൻ്റെ ബ്രോഡ്ബാൻഡ് പോലെ നമുക്ക് മാസം ബില്ല് വരുമോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ വേണ്ട പാക്കേജാണ് സെലക്ട് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. ആ നെക്സ്റ്റ് മന്ത് നമ്മൾ ചൂസ് ചെയ്തത് 1 മന്താണോ 3 മന്താണോ 6 മന്താണോ അനുസരിച്ച് നമുക്ക് ആ ചാനലുകൾ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ IPTV എടുക്കുക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ BSNLൻ്റെ IPTV രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ വെബ്സൈറ്റിൽ കയറുക. അതായത് fms.bsnl.in/IPTV-REG. അത് IPTV രജിസ്ട്രേഷന് വേണ്ടിയുള്ള പോർട്ടലാണ്. അപ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റ് എടുക്കുക. അപ്പോൾ അതെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂ രജിസ്ട്രേഷൻ ഫോം കറൻ്റ്ലി ഫോർ കേരള സർക്കിൾ ഉള്ളിൽ നിന്നൊക്കെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം കാണുന്ന ബോക്സ് ചെയ്ത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ കുറച്ച് സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്മുടേത് കേരള സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റർ ഭാരത് ഫൈബർ ഫോൺ നമ്പർ എന്നുണ്ട്. അവിടെ നമ്മുടെ ലാൻഡ് ലൈൻ നമ്പർ, അതായത് ഫൈബറിന് തന്നിരിക്കുന്ന ലാൻഡ് ലൈൻ നമ്പർ കോഡോട് കൂടി കൊടുക്കണം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എറണാകുളത്തുള്ള ആളാണെങ്കിൽ 0484 ആണ് കോഡ്. അപ്പം നിങ്ങളവിടെ 0484 എന്ന് കോഡ് കൊടുത്തതിന് ശേഷം ഒരു ഹൈഫൻ ഇട്ടതിന് ശേഷം വേണം നിങ്ങളുടെ ഫോൺ നമ്പർ ബാക്കി കൊടുക്കാൻ. അതുപോലെ തിരുവനന്തപുരമാണെങ്കിൽ 0471 പിന്നെ ഫോൺ നമ്പർ. നമുക്ക് നേരെ ഹൈഫൻ ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കില്ല. അതുപോലെ തന്നെ 0 മസ്റ്റായിട്ട് ആദ്യം കൊടുക്കണം. +9 വേണമെന്നൊന്നും കൊടുത്തു കഴിഞ്ഞാൽ എടുക്കില്ല. 0471 ഇപ്പോൾ തിരുവനന്തപുരമാണെങ്കിൽ അങ്ങനെ നമ്മുടെ കോഡ് കൊടുത്തതിന് ശേഷം ഒരു ഹൈഫനോട് കൊടുത്തിട്ട് വേണം നമ്മുടെ നമ്പർ ബാക്കി എൻ്റർ ചെയ്യാൻ. അങ്ങനെ നമ്പർ ബാക്കി എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ വാലിഡേറ്റ് ഫോൺ നമ്പർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. എനിക്കിപ്പം കറക്റ്റ് കാണിക്കാൻ പറ്റാത്തത് ഞാൻ ഓൾറെഡി IPTV എടുത്തിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഫോൺ നമ്പറോട് കൊടുത്തു കഴിഞ്ഞാൽ എറർ മെസ്സേജ് കാണിക്കും. അതായത് IPTV ഓൾറെഡി എടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ എറർ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബാക്കി സ്റ്റെപ്സ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വാലിഡേറ്റ് ഫോൺ നമ്പറിൽ ക്ലിക്ക് ചെയ്യണം. വാലിഡേറ്റ് ഫോൺ നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചാൽ നിങ്ങളുടെ ഫോണിലേക്ക്, അതായത് ഈ നിങ്ങളുടെ ബ്രോഡ്ബാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ട് കാണുമല്ലോ, ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നെക്സ്റ്റ് വരുന്ന കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ കാണുന്നുണ്ട് കസ്റ്റമർ ഡീറ്റെയിൽസ് എന്ന സെക്ഷനിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം ഓട്ടോമാറ്റിക്കലി വരും. അതായത് ഇമെയിൽ അഡ്രസ്സ്, കസ്റ്റമർ നെയിം, അതായത് ആരുടെ പേരിലാണോ ഫൈബർ ബ്രോഡ്ബാൻഡ് എടുത്തേക്കുന്ന ആ നെയിം, മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഈ സെലക്ട് IPTV വെണ്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഭൂമിക, സിനിസോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇപ്പോൾ എനിക്കൊന്ന് സിനിസോഫ്റ്റ് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ സിനിസോഫ്റ്റ് സെലക്ട് ചെയ്യണം. പിന്നെ വരുന്നത് ആൻഡ്രോയിഡ് TV ആൻഡ്രോയിഡ് ബോക്സ് അവൈലബിൾ എന്നുള്ളത്. ഇത് വലിയ കാര്യമുള്ളതൊന്നുമല്ല, പക്ഷേ എങ്കിലും അത് സെലക്ട് ചെയ്ത് യെസ് അങ്ങ് കൊടുത്തേക്കുക. നിങ്ങളുടെ വീട്ടിൽ ആൻഡ്രോയിഡ് ബോക്സ് ഉണ്ടോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് TV ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി അവർ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും യെസ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നോട്ട് ഐ അഗ്രി ദിസ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ടോപ്പ് റൈറ്റ് സ്ക്രീൻ, അതായത് ഈ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുത്തത് തൊട്ട് പുറകെ തന്നെ BSNL കാര്യമായതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള പ്രോപ്പർ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് പെട്ടെന്ന് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം അത് നോക്കുക. അത് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ടോപ്പിൽ നോക്കുക. ടോപ്പിൽ നിങ്ങൾക്ക് ഒരു ഗ്രീൻ കളറിൽ സക്സസ് മെസ്സേജ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഏരിയയിൽ IPTV അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ടോപ്പിൽ റൈറ്റിൽ റെഡ് കളറിലൊരു എറർ മെസ്സേജാണ് വരുന്നത്. അതായത് സംതിങ് നോട്ട് മാപ്ഡ് ഇൻ യുവർ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷനാണ് സാധാരണ ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എറർ മെസ്സേജാണ് മുകളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ IPTV ഇപ്പോഴും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഒറ്റക്കാര്യം നോക്കിയാൽ റെഡ് കളറിലുള്ള നോട്ടിഫിക്കേഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ IPTV നിങ്ങളുടെ ഏരിയയിൽ ഇല്ല. ഇനി അതല്ല, ടോപ്പിൽ ഒരു ഗ്രീൻ കളറിലുള്ള സക്സസ് മെസ്സേജാണ് വരുന്നതെന്നുണ്ടെങ്കിൽ IPTV ഓൾറെഡി ഉണ്ട്. അങ്ങനെ ഗ്രീൻ കളറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അപ്പോൾ തന്നെ ഒരു മെസ്സേജ് വരും, നിങ്ങളുടെ IPTV രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആണ്, BSNL നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ സക്സസ് മെസ്സേജാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഫോണിലൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് വന്നതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക, BSNL നിന്ന് നിങ്ങളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. ഇനി അങ്ങോട്ട് കോൺടാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ വിളിച്ച് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു, ഫർദർ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് പറയുക. അതിനുശേഷം BSNLൻ്റെ ടെക്നീഷ്യൻ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങളുടെ മോഡത്തിൽ കുറച്ച് സെറ്റിങ്സ് ആഡ് ചെയ്യാനുണ്ട്. അതായത് സിനിസോഫ്റ്റിൻ്റെ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സെറ്റിങ്സ് നിങ്ങളുടെ മോഡത്തിൽ ചെയ്യാനുണ്ട്. അത് BSNL സൈഡിൽ നിന്ന് ചെയ്തു തരും. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സിനിസോഫ്റ്റിനെ കോൺടാക്ട് ചെയ്യാം. അത് BSNL കാര്യം തന്നെ പറഞ്ഞു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിസോഫ്റ്റിൻ്റെ സപ്പോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. സിനിസോഫ്റ്റ് പിന്നെ നിങ്ങൾക്ക്
അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അതെല്ലാം ശരിക്കും ബാക്ക് എൻഡിലാണ് നടക്കുന്നത്. സിനി സോഫ്റ്റ്വെയറാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ. അപ്പോൾ പ്ലാൻ സെലക്ട് ചെയ്യുന്നതും കാര്യങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അപ്പോൾ തന്നെ നമ്മുടെ ടി വിയിൽ IPTV സർവീസ് ആക്ടിവേറ്റ് ആവും. നമുക്ക് നമ്മുടെ പ്ലാനിലുള്ള ചാനലുകളെല്ലാം കാണാൻ പറ്റുന്നതാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാൻ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഏതൊക്കെ പ്ലാനാണ് ഈ IPTVയിൽ അവൈലബിൾ ആണെന്നുള്ളതും ഏത് പ്ലാനാണ് ബെറ്റർ എന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ചാനൽ മാത്രമായിട്ട് എങ്ങനെ ആഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ മറ്റു കാര്യങ്ങളോട് സംസാരിക്കാം. മെയിനായിട്ട് BSNL IPTV എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ അതും കൂടെ അതിൻ്റെയും കൂടെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.